ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുള്ള ആളുകൾ പ്രധാനമായും കൽപ്പറ്റ ഒപ്പം തന്നെ മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ആശ്രയിച്ച് അവരുടെ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന അല്ലെങ്കിൽ അത്തരം ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. അവർ ഇപ്പോൾ ഈ ക്യാമ്പിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറേണ്ട സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു. പക്ഷേ അവിടെ വീടുകൾ കണ്ടെത്തിയിരിക്കുന്നത് വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിൽ മാനന്തവാടി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഇത്തരത്തിൽ വീടുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ പഠനം അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ക്യാമ്പിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് അലോട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ദൂരപരിധിയിലുള്ള വീടുകളാണ് എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് കൃത്യമായി അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ല ഇത്തരത്തിൽ വാടക വീടുകൾ അലോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പരാതി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും മേപ്പാടി വൈത്തിരി ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധന ഈ പഞ്ചായത്ത് അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ, റവന്യൂവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വീണ്ടും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഇതുവരെ 398 ആളുകളാണ് ഇത്തരത്തിൽ സ്വന്തമായി വാടക വീടുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരുടെ ബന്ധു വീട്ടുകളിലേക്ക് മാറുകയോ ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് ഈ ക്യാമ്പുകളിൽ തുടരുക എന്ന് പറയുന്നത് അത്ര കണ്ട ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടി ഇത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും കൂടിയാണ്. ഇതിൽ ആളുകളെ സംബന്ധിച്ച ഉള്ള ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു മോഡൽ എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് മുൻപിലുള്ളത് പുത്തുമലയാണ്. പുത്തുമലയിൽ സമാനമായ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായ ഘട്ടത്തിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവർക്ക് ഈ പറഞ്ഞതുപോലെ സർക്കാർ വാടക വീടുകൾ ഒരുക്കി നൽകും, താൽക്കാലിക പുനരധിവാസം അങ്ങനെ സാധ്യമാക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അന്ന് ഈ വാടക വീടുകളിലേക്ക് പോയ ആളുകൾക്ക് കേവലം 6 മാസം മാത്രമാണ് പലർക്കും വാടക കിട്ടിയത്. ആ കൂട്ടത്തിൽ തന്നെ പലർക്കും അത്രയും മാസം കൃത്യമായി വാടക കിട്ടാത്ത സ്ഥിതിവിശേഷം വരികയും ചെയ്തു. ഇപ്പോൾ 0 എന്നുള്ള നിലയിലാണ് ഓരോ കുടുംബങ്ങളും ഉള്ളത്. അവരെ സംബന്ധിച്ച് ഒരു വാടക വീട്ടിലേക്ക് പോകുമ്പോൾ എത്ര നാൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാടക കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് കിട്ടണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരന്തബാധിതർ പറയുന്നത്. അത് തീർത്തും ന്യായമായ കാര്യവുമാണ്. കാരണം എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്കൊന്ന് തിരികെ എത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് അല്പമെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കി സ്വന്തമായ നിലയിലേക്ക് മാറാം എന്നുള്ള ഒരു സമയപരിധി അവർക്ക് കിട്ടേണ്ടതുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പുത്തുമല മോഡൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് വീണ്ടും ആ കുടുംബങ്ങളെ തള്ളിവിടുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി സർക്കാർ ഈ കാര്യത്തിൽ ഒരു സമയപരിധി നിശ്ചയിക്കണം എന്നുള്ള ഒരു വാദവും കൂടി അവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ടു. പക്ഷേ കിറ്റ് നൽകുന്ന കാര്യത്തിലടക്കം ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധ സ്വരം എന്നുള്ള നിലയിലേക്ക് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. പല വാർഡുകളിലും പ്രത്യേകിച്ച് 11, 12 ഉൾപ്പെടെയുള്ള വാർഡുകളിലൊക്കെ ഈ ദുരന്തം നടന്ന ഘട്ടത്തിൽ അതിന് പുറത്തേക്കുള്ള ആളുകളെയൊക്കെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള ചില വാദങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി ഇത് ആദ്യഘട്ടം മുതൽ ഉയർന്നു കേൾക്കുന്നത് പാടികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പാടികളിൽ ലയങ്ങളിൽ താമസിച്ച ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഈ ഒരു വീട് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. പിന്നീട് HML തന്നെ അവർക്ക് പുനരധിവാസം സാധ്യമാക്കുമെന്നുള്ള ഉറപ്പ് നൽകി. പക്ഷേ ആ ആളുകളെ സംബന്ധിച്ചും അവർക്ക് സ്വന്തമായി വീട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക എന്നുള്ള ആവശ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകളിൽ നിന്ന് സർക്കാർ നൽകുന്ന വാടക വീടുകളിലേക്ക് മാറാം എന്നുള്ള നിലപാടിലേക്ക് അവർ കൂടി പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ മേപ്പാടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആവശ്യത്തിനുള്ള വാടക വീടുകൾ പൂർണ്ണമായും കണ്ടെത്തുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമേ അല്ല. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. എങ്കിൽ പോലും അതിനോട് അല്പമെങ്കിലും ചേർന്ന് നിൽക്കുന്ന വൈത്തിരി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക്, മുപ്പൈനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് അത്തരത്തിൽ കൂടുതൽ വീടുകൾ കണ്ടെത്താനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള ആവശ്യവും കൂടി ഉയർന്നു വരികയാണ്. ഏതാണ്ട് 25-ാം തീയതിയാണ് ഡോക്ടർ ജോൺ മത്തായി, ഭൗമശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ നടന്ന പഠനങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം സർക്കാരിന് സമർപ്പിക്കുമെന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും എവിടെയാണ് ചൂരൽമലയും മുണ്ടക്കൈയും ഉൾപ്പെടെ ദുരന്തമുണ്ടായ സ്ഥലവും അതിനോട് പരിസര പ്രദേശങ്ങളിലും താമസയോഗ്യമായത്, വാസയോഗ്യമായ ഇടങ്ങൾ ഏതൊക്കെയാണ്, സുരക്ഷിതമായ ഇടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മാർക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അതുവരെ ആളുകൾക്ക് ആ പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഈ ക്യാമ്പുകളിലേക്ക് മാറിയവർക്ക് പോലും തിരിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഈ ദുരന്തബാധിതരുടെ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ അലംഭാവം ഉണ്ടാവുകയും ഈ വീടുകളുടെ അലോട്ട്മെന്റ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാതെ ഇരിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് മേപ്പാടിയിൽ റിപ്പോർട്ടറിന്റെ തന്നെ ഒരു ജനകീയ ചർച്ച സംഘടിപ്പിക്കുന്നത്. അതിനുശേഷമാണ് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും ഇന്നലെ വീടുകൾ അലോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കണക്ക് വരുന്നതും. അതിൽ 50 കുടുംബങ്ങളെയാണ് അലോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കണക്ക് വന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ആദ്യഘട്ടത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ പ്രവർത്തിക്കുന്ന സംവിധാനത്തെ നമ്മൾ കണ്ടിരുന്നു തുടക്ക സമയത്ത്. പിന്നീട് അതിൽ അല്പമെങ്കിലും ഒരു അയവ് വരുന്ന കാഴ്ച കണ്ടു, ഉദ്യോഗസ്ഥ അലംഭാവം നമ്മൾ കണ്ടു. ആ കാര്യത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന
പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ നിലവിൽ പഠനം സാധ്യമാകാത്ത സ്ഥിതിവിശേഷമുണ്ട്. ക്യാമ്പുകൾ പല സ്കൂളുകളിലായി നടക്കുന്നുണ്ട്. അത് മാറ്റപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ താൽക്കാലിക പുനരധിവാസം എന്ന് പറയുന്നത് വലിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ താൽക്കാലിക പുനരധിവാസം അത് പ്രതിസന്ധിയിലാണ്. അതിന് പരിഹാരം എന്നത് സർക്കാർ അടിയന്തരമായി തന്നെ കാണുകയും വേണം. ജനങ്ങളുടെ ആശങ്ക ഇപ്പോൾ ഈ വാടക നൽകുന്നതിൽ ഉൾപ്പെടെയാണ് അല്ലെ ശ്രുതി? അതിന് ഏതായാലും എത്രയും പെട്ടെന്ന് പരിഹാരമാകട്ടെ, എത്രയും പെട്ടെന്ന്. തീർച്ചയായിട്ടും.